ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഈസി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. വഴറ്റിയിട്ട് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ. ഇതിപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 2 സവോള എടുത്ത് വറുത്ത് വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് ഓയിലിൽ. അതിനി എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല, ഇത് എല്ലാവർക്കും അറിയണതല്ലേ. പക്ഷെ ആ വറുത്ത ഓയിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ്റെ മസാല തയ്യാറാക്കാൻ എടുക്കണേ കേട്ടോ. അതാണ് അതിൽ ഈ കറുത്ത തരി കുത്തും പുള്ളിയൊക്കെ കാണുന്നത്. ഞാൻ ആ സവോള വറുത്ത എണ്ണ തന്നെയാണ് ചിക്കൻ മസാലയ്ക്ക് എടുത്തേക്കുന്നത്. ചിക്കൻ ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയിട്ട്. അതിലോട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും, വേറെ ഒന്നുമില്ല, ഉപ്പും മഞ്ഞപ്പൊടി എടുത്ത് പറയാണ് കേട്ടോ. ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്തിട്ടുള്ളതാണ് ചിക്കൻ. അത് ഈ ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കുക, ചൂടായിട്ടുള്ളതിലേക്ക്. നമുക്ക് ഒന്ന് വറുത്തെടുക്കുകയല്ല, ആ ഓയിലിൽ കിടന്നിട്ട് അതൊന്ന് മൊരിഞ്ഞ് കിട്ടണം. നല്ല വറുത്തെടുക്കണ്ട, നമുക്ക് ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ അതൊന്ന് അവിടെ കിടന്ന് സെറ്റ് ആവട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചോ, അതവിടെ ഇരുന്ന് സെറ്റ് ആയിക്കോളും. ഇത് കണ്ടില്ലേ, ഞാനിപ്പോൾ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ 2 പച്ചമുളക്, പട്ട, ഗ്രാമ്പൂ, പിന്നെ ഏലക്ക, വേപ്പില ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അതിനൊന്നും ഒരു അളവില്ല, ഞാൻ എപ്പോഴും കൈക്കണക്കിന് അങ്ങനെ ഇടുക ചെയ്യാർ. അരിയുടെ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞു തരാം. 1 കിലോ ചിക്കന് ഞാനിവിടെ 1/2 കിലോ അരിയാണ് എടുത്തേക്കണത് കേട്ടോ. 1/2 കിലോ അരി, നിങ്ങൾ ഏത് പാത്രത്തിലാണോ 1/2 കിലോ അരി എടുക്കണത് ആ പാത്രത്തിൽ അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വിജുചേട്ടനാണ് കേട്ടോ ഹെൽപ്പ് ചെയ്യുന്നത്. ഇന്ന് ഹസ്ബൻഡ് കുറച്ച് ഹെൽപ്പ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓഫിൻ്റെ അന്നാണ് ഇത് ബിരിയാണി വെച്ചത്. അപ്പോൾ പിന്നെ കെട്ടിയവൻ്റെ സഹായവും കിട്ടി കുറച്ച്. അപ്പോൾ ആൾ കുറച്ച് ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് വേണ്ടത് പൈനാപ്പിളാണ്. ഞങ്ങൾ ബിരിയാണി വയ്ക്കുമ്പോൾ പൈനാപ്പിൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അത് ഞങ്ങൾ എപ്പോഴും ഇടും, ആ ഒരു മണത്തിൻ്റെ. പിന്നെ എസൻസിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല, നമുക്ക് കുറച്ച് പൈനാപ്പിൾ ഒരു 4 കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുക. വെള്ളം നല്ല വെട്ടി തിളക്കട്ടെ കേട്ടോ, നല്ല വെട്ടി തിളക്കണം നമുക്ക്. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം കുതിർത്തിട്ടുള്ള ജീരകശാല അരിയാണ്. അരമണിക്കൂറൊന്നും കുതിർക്കാറില്ല. കഴുകി വൃത്തിയാക്കിയിട്ട് 10 മിനിറ്റാണ് ഞാൻ എപ്പോഴും കുതിർക്കാറുള്ളൂ ബിരിയാണിയുടെ അരി. അത് ഞാൻ ഈ റൈസിന് ഞാൻ ഈ രീതിയിൽ വെക്കുമ്പോൾ അരി വറക്കാറില്ല കേട്ടോ. തിളച്ച വെള്ളത്തിലേക്ക് കുതിർത്ത അരി ഇട്ട് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ അതൊക്കെ വിജയചേട്ടൻ തന്നെയാട്ടോ എനിക്ക് ചെയ്തു തന്നത്. എല്ലാ കാര്യങ്ങളും ഞാൻ ഷൂട്ട് ചെയ്യുക മാത്രമേ ചെയ്തുള്ളൂ, എല്ലാം ആൾ തന്നെ ചെയ്തു തന്നു. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന്. ഞാൻ വെള്ളത്തിൽ നോക്കിയപ്പോൾ നേരത്തെ ഇട്ട ഉപ്പ് പോരായിരുന്നു, അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തു. അത് നല്ലൊന്ന് ഇനി തിളയ്ക്കണം നമുക്ക്. ഇനി ഇത് കിടന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പൈനാപ്പിൾ എസൻസ് ഒക്കെ ചേർക്കാം, ബിരിയാണി എസൻസ് എന്തെങ്കിലുമൊക്കെ ചേർക്കാം. പക്ഷേ പൈനാപ്പിൾ ഇടുന്ന നേരത്തെ ഞാനതൊന്നും ചെയ്യാറില്ല. ഇനി തിള വന്നു തുടങ്ങുമ്പോൾ മൂടി വയ്ക്കുക. ഒരു 10 മിനിറ്റ് നല്ല വെട്ടി തിളക്കട്ടെ, മീഡിയം ഫ്ലെയിമിൽ, മീഡിയം ടു ഹൈയിൽ കേട്ടോ. ആ നേരം കൊണ്ട് ഇതേ നമ്മുടെ ചിക്കൻ കണ്ട അങ്ങനെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വറുത്തെടുക്കണ്ട, ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി നമുക്ക്. ഇനി ഈ വറക്കണ ഓയിലിൽ നിങ്ങൾക്ക് ഡാൽഡ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഡാൽഡ ചേർക്കാം കേട്ടോ. പുറത്തെ ബിരിയാണിയുടെ ടേസ്റ്റ് ഒക്കെ ഇടണമെങ്കിൽ ഡാൽഡ ചേർക്കണമെങ്കിൽ ഡാൽഡ ചേർക്കാം. ഞാൻ ഡാൽഡ അത്രയും അത്യാവശ്യമായ സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. നമുക്ക് കഴിക്കണതിലൊന്നും അത്ര അങ്ങോട്ട് ഞാൻ ചേർക്കാറില്ല. ഇപ്പം ഡാൽഡ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, ടേസ്റ്റിനൊന്നും കുറവുണ്ടാവില്ല. പകുതി ഓയിലും പകുതി ഡാൽഡയായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്ത് വഴറ്റി എടുക്കുക ചെയ്യുക. നേരെ ഉൾട്ടയാണ്, നമ്മൾ ആദ്യം എല്ലാ മസാലയും ഇതാക്കുകയല്ലേ ചെയ്യുക, ഇതങ്ങനെയല്ല. ഇനി ഇതിലോട്ട് നമ്മളൊരു 4 സവോള കനം കുറച്ച് അരിഞ്ഞത് കേട്ടോ. 1 കിലോ ചിക്കനിലേക്ക് 4 മുതൽ 5 വരെയൊക്കെ ആവാം. 2 സവോള വേറെ നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ടോട്ടൽ നമുക്ക് ഈ ബിരിയാണിയിലേക്ക് സവോള ഞങ്ങൾ ഒരു 7-8 ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി സവോളയും വേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഓയിൽ കുറവാണെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തോളോ. ഇനി അത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ അവിടെ ഇടുക. ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ആ 10 മിനിറ്റ് നേരം അത് ചിക്കൻ നമുക്കവിടെ നമ്മൾ ഇളക്കിയെടുക്കുന്ന നേരം കൊണ്ട് ഇതേ നമ്മുടെ ചോറിലെ വെള്ളമൊക്കെ അവിടെ പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തുറന്നിട്ട് വേഗം ഇളക്കുക. ആവി ഇങ്ങനെ പോകാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. ആ തുറന്ന ഉടനെ തന്നെ കയ്യിൽ വെച്ച് വേഗം ഇളക്കി തട്ടിപ്പൊത്തി. ഈ നേരത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ഒഴിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എത്രത്തോളം നെയ്യ് വേണം ബിരിയാണിയിൽ എന്നുള്ളതൊക്കെ. എന്നിട്ട് വേണമെങ്കിൽ ഒഴിക്കാം ഇനിയും. എന്നിട്ട് അത് മൂടി വെച്ച് ഞാൻ 2 സൈഡിൽ ക്ലിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ ഒരു 30 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. അപ്പോഴത്തേനും അതൊന്നും കൂടി വേവ് കറക്റ്റായിട്ട് വരും. ഈ നേരം കൊണ്ട് ഞാനിതിവിടെ പച്ചമുളക് ഒരു 8 എണ്ണം, ഞാൻ 1 കിലോ ചിക്കനിലേക്ക് ബിരിയാണി വയ്ക്കുമ്പോൾ എപ്പോഴും 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി ഒരു 3 ഇഞ്ച് നീളമുള്ള വലിയൊരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് വെറുതെ കണ്ടെന്നുണ്ണം വെട്ടിയിട്ടുണ്ട്. നമ്മളെ മിക്സി ജാറിൽ 1-2 കിറുകിറാക്കി എടുക്കുക. ആ നേരം കൊണ്ട് ഇതേ കണ്ടോ, നമ്മുടെ ഒരു 5-10 മിനിറ്റ് ഞാൻ മൂടി വെച്ചോളൂ. മീഡിയം ടു ലോവിൽ കണ്ടോ സവോള അതിലേക്ക് ഇങ്ങനെ അലുത്ത് വരും. മൂടി വെച്ചോളോ, അല്ലെങ്കിൽ അങ്ങനെ നമുക്കത് ബ്ലിബിളു ആയിട്ട് കിട്ടില്ല. ഇനി നമ്മൾ അടിച്ചെടുത്ത നമ്മുടെ ഇഞ്ചിയും വെള്ളുള്ളിയും പേസ്റ്റ്, പച്ചമുളകും കൂടി അടിച്ചെടുത്തത് കേട്ടോ. അങ്ങനെ പേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ക്രഷ് ചെയ്തതെന്ന് പറയാനേ പറ്റുള്ളൂ. ക്രഷ് ചെയ്യാൻ വേണ്ടോ നമുക്ക്, പേസ്റ്റ് അല്ല കേട്ടോ, ഞാൻ അറിയാതെ പറഞ്ഞതാ, പേസ്റ്റ് അല്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്.
അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഇഞ്ചി വെളുത്തുള്ളിയും നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ മൂടി വെക്കരുത്. അപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒന്നും പച്ചമണം പോവില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് തുറന്ന് വെച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കുക. അതും തീ കൂട്ടി വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ. നമുക്ക് ബിരിയാണിയുടെ മസാല എപ്പോഴും ബുളുബുളുമായിട്ടാണ് വേണ്ടത്, അല്ലാതെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്ത പോലത്തെ മുരുമുരു മസാലയല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒരു 10 മിനിറ്റൊക്കെ എന്തായാലും ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കേണ്ട വരും ആ പച്ചമണം പോകാനായിട്ട്. ഇനി അതിലോട്ട് 2 തക്കാളി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുക. 2 തക്കാളി മതിയാവും. വലിയ തക്കാളി 2 എണ്ണം, ചെറുതാണെങ്കിൽ 3 ആവാം കേട്ടോ, 3 വരെയൊക്കെ ആവാം. ഇനി ഇത് നല്ലോണം നമുക്കിതിലേക്ക് ചേർത്ത് ഇളക്കി ഒന്ന് മൂടി തട്ടിപ്പൊത്തി ഇനി മൂടി വെക്കണം. കാരണം തക്കാളി മൂടി വെച്ചാൽ നമുക്ക് അതിലേക്ക് അലുത്ത് ബുളുബുളുമായിട്ട് വരുള്ളൂ. അപ്പോൾ ഇനി വീണ്ടും മൂടി വയ്ക്കുക. പണി കഴിഞ്ഞു. ഇതിൽ മെയിൻ സ്റ്റെപ്പ് എന്ന് വയ്ക്കുക മൂടി വയ്ക്കുക തുറക്കുക, മൂടി വയ്ക്കുക തുറക്കുക. ഇതാണ് ഇതിൽ മെയിൻ സ്റ്റെപ്പുകൾ. പിന്നെ ഇനി ഒരു 5 മിനിറ്റ് തക്കാളി ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഓരോ പിടി മല്ലിയുടെ ഇലയും പുതിനയുടെ ഇലയും അതിട്ട് കൊടുക്കുക. വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കുക. അവിടെ ഇരുന്നോട്ടെ, നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ, നമുക്ക് ഇളക്കാനും വഴറ്റാനും ഒന്നും നിൽക്കണ്ട. അവിടെ ഇട്ട് കൊടുക്കുക, മൂടി വയ്ക്കുക. തന്നെ പണി. അത്ര എളുപ്പമാണ് നമുക്ക് ഈ ബിരിയാണി തയ്യാറാക്കാൻ കേട്ടോ. നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല, നിന്ന് വഴറ്റിയിട്ടൊന്നും. പെട്ടെന്ന് ആവും ചെയ്യും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് തുറന്ന് അതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേനും എല്ലാം അതിലേക്ക് കണ്ട ബുളു ആയിട്ട് വന്നിട്ടുണ്ടാവും. നല്ല മണം കേട്ടോ ഈ ബിരിയാണിക്ക്, അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളുടെ മറ്റേ വഴറ്റി വയ്ക്കുന്ന ബിരിയാണിയുടെ ഏകദേശമൊക്കെ ഒപ്പം വരും. നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട. ഇനി ഇതിലോട്ട് എല്ലാം വഴന്ന് വന്നതിന് ശേഷം 1 ടീസ്പൂണ് നമ്മുടെ ചിക്കൻ മസാല, അത് ഞാൻ എന്തായാലും ചേർക്കാറുണ്ട് ബിരിയാണിയിൽ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് മതി, കൂടരുത് കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് മല്ലിപ്പൊടി വേണം. മല്ലിപ്പൊടി ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷേ ഞങ്ങൾ 2 ടീസ്പൂണ്, അതിലും കൂടുതൽ ചേർക്കാറില്ല. മല്ലിപ്പൊടി ചേർക്കും. പിന്നെ എന്താ പറയുക, നമ്മുടെ മുളക് പൊടി വേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കും. മുളക് പൊടി നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഞങ്ങൾ ബിരിയാണിയിൽ മുളക് പൊടി ഇടാറില്ല. മല്ലിപ്പൊടിയും വേണ്ട, പക്ഷേ ഒരു തരി ഇടാറുണ്ട് എപ്പോഴും. അതുകൊണ്ട് ഞാൻ ഇട്ടൊന്ന് മാത്രം. പിന്നെ ഒരു 4 കഷ്ണം പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക. മണം അതിലേക്ക് ഒന്നുകൂടി ചിക്കനിലേക്ക് പൈനാപ്പിളിൻ്റെ മണം വരാൻ. പിന്നെ അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, അത് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക പുളിക്കനുസരിച്ച് നിങ്ങളുടെ, അതായത് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചോറ് ഇതേ അപ്പുറത്ത് ഈ മസാലയൊക്കെ തയ്യാറായി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതേ ചോറ് അവിടെ ഒരു 30 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ആവി കയറി ഇരിക്കുകയാണ്. ഈ നേരത്ത് നമുക്കിത് ദമ്മിടാം. ഈ ദമ്മിടുന്ന നേരത്ത് നിങ്ങൾക്ക് ലെയറായിട്ട് വേണമെങ്കിൽ ഇടാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഒറ്റ ലെയറായിട്ട് ഇടുന്നുള്ളൂ. ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചോറ് നല്ല ചൂടായിട്ടിരിക്കണം. ചിക്കൻ നമ്മൾ മസാല തയ്യാറാക്കിയതും നല്ല ചൂട് വേണം. ആ ചൂടോടുകൂടി ദമ്മിട്ടാലാണ് ദമ്മാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. തണുത്തത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദമ്മിടരുത് കേട്ടോ. ഇനി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇനി നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി സാധനങ്ങളൊക്കെ വേഗം ഇട്ട് കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആ ചൂട് അതിൽ നിന്ന് വിട്ടു പോകരുത്. നമുക്ക് പാത്രത്തിൽ നിന്ന് നല്ല അങ്ങ് അതിൻ്റെ മീതെ തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുക എല്ലാ സൈഡിലേക്കും. എന്താ പറയുക, അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ. എന്നിട്ട് അതൊന്ന് മൂടി വെക്കുക കേട്ടോ. മൂടി വെച്ചിട്ട് വേണം ഇപ്പുറത്ത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് നമ്മുടെ ഈ തള്ളക്കൈയിലെടുത്തിട്ട് ഇങ്ങനെ ചൂടാക്കും. നല്ലോണം ചൂടാവണം നേരത്ത് ഞാനത് ഈ റൈസിൻ്റെ മീതൊക്കെ ഒഴിക്കും. ചിലവർ വെറുതെ ഇടും, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ എനിക്കിങ്ങനെ മൂപ്പിച്ച നെയ്യ് അതിലേക്ക് ഒഴിക്കണ നേരത്ത് നല്ലൊരു ഫ്ലേവറും മണമൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നല്ലൊന്ന് ചൂടാവണം കേട്ടോ. അടുപ്പിലേക്ക് പോകാതെ നോക്കിക്കോളൂ. ഒരിത്തിരി വലിയ പാത്രം വെച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ അത് അങ്ങനെ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കാണിച്ചു എന്ന് മാത്രം. ഒരു കയ്യിൽ പിടിച്ചിട്ട് നല്ലോണം ചൂടായിട്ടുണ്ട്, സൂക്ഷിച്ചോളം, മേല് വീണ പണി കഴിഞ്ഞു. അതുപോലെ ഗ്യാസിൻ്റെ ഉള്ളിലൊക്കെ പോകാൻ നോക്കണം കേട്ടോ, ഡേഞ്ചറാണ്, ഇങ്ങനെ ചെയ്യേണ്ട കേട്ടോ ആരും. പിന്നെ അത് ആ ചൂടോടുകൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ പൈനാപ്പിളിൻ്റെ ഉള്ളിയുടെയും ഇതേ കൂടെ ഒഴിച്ചു കൊടുക്കുക. വേഗം മൂടി വയ്ക്കുക. ഇത് നല്ല ചൂടുള്ള ചോറും നല്ല ചൂടുള്ള മസാലയാണ്. അതുകൊണ്ട് ഞാനൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കണുള്ളൂ. തണുത്ത് പോയി കഴിഞ്ഞാൽ ദമ്മിടുന്നത് നല്ലതല്ല. ഞാൻ അങ്ങനെ ദമ്മിടണമെന്ന് വെച്ചാൽ ഒരു 25-30 മിനിറ്റൊക്കെ നിങ്ങൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ദമ്മിടേണ്ടി വരും. അതവിടെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അതിലേക്ക് വേണ്ട പപ്പടം, അപ്പടം. ഇത് ഇവിടുത്തെ ആണെങ്കിൽ ദൊപ്പടാണ്, എന്താ പറയുക, പൊള്ളയൊന്നും ഇല്ലാത്ത പപ്പടം ഇവിടുത്തെ. വെറുതെ ദൊപ്പടം എന്ന് പറയാമെന്ന് മാത്രം. അങ്ങനത്തെ പപ്പടമാണ് ഇവിടെ കിട്ടുക. നാട്ടിലെ പോലെ നല്ല പപ്പടമൊന്നും ഇല്ല ഇവിടെ. പിന്നെ കുറച്ച് കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ബിരിയാണി ആകുമ്പോൾ കോഴിമുട്ടയും ബിരിയാണിയൊക്കെ വേണമല്ലോ, അല്ല കോഴിമുട്ടയും പപ്പടമൊക്കെ. പിന്നെ ഇതേ നമ്മുടെ ബിരിയാണി ഞാൻ 15 മിനിറ്റ് ദമ്മിട്ട് കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ചോറ് നോക്കി നിങ്ങൾ, നല്ല ഒന്നും ഒട്ടാതെ നല്ല പുതുപുതാന്നുള്ള ചോറാണ്. നല്ല പഞ്ഞി പോലത്തെ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിരുന്നു ചോറൊക്കെ, നല്ല മണം, അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ വെച്ചതെന്ന് വെച്ചിട്ട് നമ്മൾ വയറ്റി കഷ്ടപ്പെട്ട് വെക്കണ ആ രീതി, അതേ മണം രുചി തന്നെയായിരുന്നു. പിന്നെ ചേട്ടന് കെട്ടുവാൻ ഇത്തിരി കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ വെച്ചപ്പോഴാണ് കേട്ടോ, ഹസ്ബൻഡിന് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതും പറയാലോ, തള്ളി മറിച്ചതല്ല, സത്യമാണ്. കണ്ട ആ ഒരു ഗോൾഡൻ ഷെയ്ഡ്, എനിക്ക് ബിരിയാണിയിൽ ഇങ്ങനത്തെ കളറാണ് ഇഷ്ടം. മസാലയുടെ ആ ഒരു ചെറിയൊരു ഗോൾഡായിട്ടുള്ള ആ ഒരു കളറില്ലേ ചോറിലേക്ക്, കണ്ട അടിപൊളി മണം, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ബിരിയാണി. നിങ്ങൾ എന്തായാലും ഇത് തയ്യാറാക്കി നോക്കണം കേട്ടോ. കറക്കം കണ്ട ബിരിയാണി എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ. എന്തായാലും ചെയ്ത് നോക്കിക്കോളൂ, നഷ്ടമാവില്ല നിങ്ങൾക്ക്. എന്തായാലും ഒരു കോഴിമുട്ടയും താത്തി കൊടുക്കുക അതിൽ, അടിപൊളിയായി. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് തയ്യാറാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ തൈര് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സള്ളാസ് വേണമെങ്കിൽ വെക്കാം കേട്ടോ. സള്ളാസ് തന്നെയല്ലേ, നമ്മുടെ കച്ചമ്പർ അത് വെക്കാം നിങ്ങൾക്ക്. തൈര്, റൈത്ത, ഏത് എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.